നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു സ്ക്രബ് ചെയ്യുക. ഒരു 2-3 മിനിറ്റിൻ്റെ ഒരു സ്ക്രബ് നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം, നമുക്ക് ഹോം മെയ്ഡ് സ്ക്രബ് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ചെയ്യാം. നമ്മുടെ സ്കിന്നിൽ അഴുക്കുകൾ പോകാനും, ഉണങ്ങി പിടിച്ചിരിക്കുന്ന തൊലികൾ, നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്നുണ്ടാവും, അതൊക്കെ പോകാനും, എണ്ണമെഴുക്ക് പോകാനും, നമ്മുടെ ഓപ്പൺ പോൾസിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എണ്ണമെഴുക്കും അഴുക്കുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ കളയാനും ഒക്കെ നമ്മളെ സഹായിക്കും സ്ക്രബ് നമുക്ക് ചുണ്ടിലാണെങ്കിലും നമ്മുടെ കഴുത്തിലും ശരീരത്തും മുഖത്തും ഒക്കെ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഒരു സ്ക്രബ് ചെയ്യുക. ഓൾറെഡി ഞാനിപ്പോൾ ഇവിടെ സ്ക്രബ് എടുത്ത് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. നമുക്ക് ഈ സ്ക്രബ് കഴിഞ്ഞ് നമുക്കൊരു പാക്കും കൂടി ഇടാം. നമുക്ക് 2 സ്റ്റെപ്പിലുള്ളതാണ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരുന്നത്. സ്കിൻ പെട്ടെന്ന് ഒരു ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുവച്ചാൽ, എൻ്റെ പേര് ദീപ എന്നാൽ, നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഈ സ്ക്രബ് എങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് വിറ്റാമിൻ ഇയുടെ ഒരു ക്യാപ്സൂളാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, നമുക്കെല്ലാം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നമ്മുടെ സ്കിൻ നല്ല ഒന്ന് തിളങ്ങാൻ സഹായിക്കും. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഇതിന്ന് ഇത്രയും ഓയിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് കണ്ണിന് ചുറ്റും ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു ചെറിയ നമ്മുടെ നടുവിരൽ വെച്ചിട്ട് ഒരു മസാജും കൊടുക്കുക. നല്ല അടിപൊളിയാണ് കേട്ടോ അത്. എന്താ പറയുക, നമ്മൾ ഡെയിലി രാത്രി കിടക്കുന്നതിന് മുമ്പ് കണ്ണിന് ചുറ്റും ഇങ്ങനെ തേച്ച് ഒരു മസാജ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യണത് നമ്മുടെ സ്കിന്നിലേക്ക് ഒരു സ്ക്രബ് ഉണ്ടാക്കുകയാണ്. ഞാൻ ആദ്യം ഓയിലാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് ആവശ്യം കൂടുതൽ തരി വലിപ്പമില്ലാത്ത പഞ്ചസാര കുറച്ചിട്ട് കൊടുക്കുക. നമുക്കൊരു 1/2 സ്പൂൺ വരെയൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത്, നമുക്ക് തരി വേണമല്ലോ സ്ക്രബിന്, അതിനാണ് പഞ്ചസാര ഇട്ട് കൊടുത്ത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് നമ്മുടെ മഞ്ചിഷ്ട ഉണ്ടല്ലോ, മഞ്ചിഷ്ട ഇട്ട് കൊടുക്കുക കുറച്ച്. നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ മാറാനും മോക്കുരു വന്ന പാടുകൾ മാറാനൊക്കെ മഞ്ചിഷ്ട നമ്മളെ ഒരുപാട് സഹായിക്കും. മഞ്ചട്ടി എന്നൊക്കെ പറയില്ലേ, അത് കുറച്ച് മതി. അതിന് ശേഷം നമുക്കിതിലേക്ക് പാലോ തൈരോ എന്തെങ്കിലും കുറച്ചൊന്ന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഒരു സ്പൂണോളം മതി കേട്ടോ, കൂടുതൽ ആവശ്യമില്ല, ഇത്രയും മതി. ഇനി ഇത് നമുക്ക് തേക്കണ സമയത്ത് മിക്സ് ചെയ്യുക, തേക്കുക. കാരണം പഞ്ചസാര അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തേക്കണ സമയത്ത് മിക്സ് ചെയ്താൽ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ കണ്ടുല്ലോ സ്ക്രബ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ മഞ്ചിഷ്ട ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കുക. ഇനിയിപ്പോൾ അരിപ്പൊടി തരിയോട് കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മഞ്ചിഷ്ട ഞാൻ ചേർത്തത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്നാണ് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുക. മഞ്ചിഷ്ട അത്രയും നല്ലതാണ് കേട്ടോ. ചിലർക്ക് തേക്കുമ്പോൾ മുഖത്ത് കറുത്തു എന്നൊക്കെ പറയും, പക്ഷേ അത് അപ്പോഴത്തെ ആ ഒരു കറുപ്പ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പറഞ്ഞാൽ അത് ശരിയാവും. മഞ്ചിഷ്ട ഓയിൽ ഞാൻ ഒരുപാട് ഉപയോഗിച്ചതാണ്, എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ മഞ്ചിഷ്ട. അപ്പോൾ മഞ്ചിഷ്ട നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് പിഗ്മെൻറ്റേഷനും മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മഞ്ചിഷ്ട മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിലൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ വാങ്ങിയിട്ട് മഞ്ചിഷ്ടയുടെ പൊടി വാങ്ങി നിങ്ങൾ ഇതുപോലെ പാക്കായിട്ടും ഒക്കെ സ്ക്രബോ മസാജിങ് ജെല്ലായിട്ടോ എങ്ങനെ വേണിച്ചാലും നിങ്ങളുടെ സ്കിന്നിക്ക് നിങ്ങൾക്ക് ആവണ പോലെ ഉപയോഗിച്ച് നോക്ക്. അതുപോലെ മഞ്ചിഷ്ടയുടെ ഓയിൽ കിട്ടുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിക്ക് ചേരുന്ന നിങ്ങൾക്ക് ഇത് പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ വാങ്ങിയിട്ട് നിങ്ങളിതുപോലെ ഓയിൽ മസാജ് നിങ്ങൾ അങ്ങനെ ചെയ്തോ കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി മഞ്ചിഷ്ടയുടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തേച്ചിട്ട് കാര്യം കുറേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്ന് വെച്ചാൽ തീർച്ചയായും നിങ്ങൾ വാങ്ങി തേക്കി. അപ്പോൾ ഇത് നമുക്കൊരു സ്ക്രബ് കൊടുക്കാം. പഞ്ചസാര അലിയണതിന് മുമ്പ് തന്നെ നമുക്ക് നല്ലൊരു സ്ക്രബ് കൊടുക്കാം. അത് മൊത്തം ഞാനിപ്പോൾ എടുത്തു. ഇനി നമുക്കിത് ഉപയോഗിക്കാൻ പാത്രം ഇവിടെ വയ്ക്കട്ടെ, 2 കയ്യിലും കൂടി ആക്കുക. അതിന് ശേഷം നമ്മൾ സ്കിന്നിന് നോവാത്ത വിധത്തിൽ വേണം നമ്മളൊരു മസാജ് കൊടുക്കാൻ. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കളയാൻ ഇവിടെയൊക്കെ നല്ലൊരു മസാജ് കൊടുക്കുക. നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നമ്മുടെ വിറ്റാമിൻ ഓയിലിട്ട കാരണം കൊണ്ട് തന്നെ നമുക്ക് സ്കിന്ന് ഡ്രൈ ആവുന്നുള്ള പേടി വേണ്ട. അത് മാത്രമല്ല സ്കിന്നിക്ക് നല്ലൊരു തിളക്കവും കൂടി നമ്മുടെ ഈ സ്ക്രബ് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടും.
ഇപ്പോൾ ഞാൻ ഒരു സ്ക്രബ്ബ് കൊടുത്തു, ഒരു 2 മിനിറ്റിൻ്റെ സ്ക്രബ്ബേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് കഴുകിയിട്ട് നമുക്ക് പാക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരട്ടെ കേട്ടോ. ഞാനിപ്പോൾ അതാ മുഖം കഴുകിയിട്ട് വന്നു, സ്ക്രബ്ബ് കൊടുത്തിട്ട് നല്ല സ്കിൻ ഒന്ന് ക്ലിയർ ആയിട്ട്. ഇനി നമുക്കൊരു പാക്ക് ഇടാം. പാക്കിന് ആവശ്യം ഞാനിപ്പോൾ അതാ ആ ബൗൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നമ്മുടെ മഞ്ചിഷ്ടയുടെ പൊടി കുറച്ചിട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ, ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇട്ടാൽ മതി. ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക. നമ്മൾ സ്ക്രബിലും മഞ്ചിഷ്ട തന്നെയാണ് ഇട്ടത്, പാക്കും മഞ്ചിഷ്ടമായിട്ട് തന്നെയാണ് നമ്മളിടുന്നത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യം റാഗി പൗഡറാണ്. റാഗി പൗഡറും നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണോടെ ഇട്ട് കൊടുക്കുക. മഞ്ചിഷ്ടയുടെ പൊടി ഇട്ട് വെച്ച റാഗി പൗഡർ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 1 സ്പൂണ് റാഗി പൗഡർ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നിങ്ങൾക്ക് പാല് നമ്മൾ മിക്സ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം പാല്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് അണച്ചാലും മിക്സ് ചെയ്യുക. സ്കിന്നിന് ഏതാ പറ്റുക മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ എന്താ പറയുക, പാലും നമ്മുടെ ഓയിലുടെ വിറ്റാമിൻ ഇ ഓയിലൊക്കെ തേച്ച കാരണം തന്നെ സ്കിന്നൊന്ന് ഒരു ഓയിലി പോലെ ആയിട്ടുണ്ട്. നല്ല ഓയിലി അല്ല, എന്നാൽ എന്താ പറയുക ഓയിലില്ലാതെ ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഞാൻ തന്നെ ഉപയോഗിക്കാറുള്ള ടോണർ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ടോണർ ഞാൻ പാക്കുകളിലേക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ ടോണറിൽ നമുക്ക് എന്തൊക്കെയുള്ളത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം, സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ. ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ ടോണർ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട്. അത് എപ്പോഴൊക്കെ മുഖം കഴുകും അപ്പോഴൊക്കെ ഞാൻ ഈ ടോണറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഉണ്ടാക്കണം. അപ്പോൾ ടോണർ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പൈസ കൊടുത്തിട്ട് ടോണർ വാങ്ങേണ്ട ആവശ്യമേ വരില്ല കേട്ടോ. എപ്പോഴും ഞാൻ ഈ ടോണർ തന്നെ ഉപയോഗിക്കാറ്. എന്നാൽ ആരോ മറ്റേ എന്നോട് കമൻറ്റ് വഴി ചോദിച്ചിരുന്നു ഏത് സിറാ ഉപയോഗിക്കണത്, ഏത് ക്രീമാണ് ഉപയോഗിക്കണത്, ഏത് എന്താ പറയുക സൺസ്ക്രീനാണ് ഉപയോഗിക്കണതെന്നൊക്കെ. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ തേക്കണതൊക്കെ പറയാറുണ്ടായിരുന്നു. ഞാൻ ടോണർ ഉപയോഗിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. സിറ ആണെച്ചാൽ ഞാൻ വീട്ടിലുണ്ടാക്കിയതും ഉപയോഗിക്കുന്നുണ്ട്, അല്ലാതെ വാങ്ങിയതും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടും മാറി മാറി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ പാക്ക് മോയ്സ്ചറൈസർ ഹിമാലയയുടെയാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ലാക്മേയുടെ ഒരു മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ സൺസ്ക്രീന് ഞാൻ കുറേ സൺസ്ക്രീനൊന്നും അങ്ങനെ വാങ്ങി വെക്കണ ഒരാളൊന്നുമല്ല. എപ്പോഴും ഉണ്ടാവും ഏതെങ്കിലും ഒരെണ്ണം. അധികവും ഞാൻ മാമാർത്തിൻ്റെയാണ് വാങ്ങാറ്. അതും ഞാൻ ഓഫർ വരുന്ന സമയത്തൊക്കെ മാമാർത്തിൻ്റെ ഒരു എന്താ പറയുക ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ കൂടെ ഒരെണ്ണം ഫ്രീ ഒക്കെ വരും കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ ഒരു 2 ഇത് വാങ്ങി വയ്ക്കും. അപ്പോൾ എനിക്കും കുട്ടികൾക്കും ഉപയോഗിക്കാമല്ലോ, കുറച്ചങ്ങനെ എത്തുന്നു എനിക്ക്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിലേക്ക് ചേരണത് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. എനിക്ക് അത് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പുറത്തൊന്നും പോകണില്ലല്ലോ, ഇപ്പോൾ ജോലിയൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് പുറത്ത് പോകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ നമുക്ക് പുറത്ത് പോകുമ്പോൾ എത്ര നിൽക്കും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതിൻ്റെ പക്ഷേ SPF 50 ആണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. വീട്ടിലിരിക്കുകയെന്ന് വെച്ചാലും സൺസ്ക്രീൻ ഉപയോഗിക്കണം, അതിലൊന്നും ഒരു ഇതും വിചാരിക്കരുത്. ഞാനിപ്പോൾ എടുത്ത പാക്ക് മൊത്തം മുഖത്തിട്ടു. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം. മൊത്തം ഇട്ട് കൊടുത്തു കേട്ടോ. കണ്ണിൻ്റെ ചോട്ടിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. കണ്ണിൻ്റെ ചോട്ടിലിടുമ്പോൾ ഇത്തിരി കട്ടിക്ക് ഇട്ട് കൊടുത്തു പറഞ്ഞാൽ മറ്റുള്ളയിടത്തൊക്കെ ഉണങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം കണ്ണിൻ്റെ ചോട്ടിൽ ഉണങ്ങിക്കോളും. എന്നുവെച്ചാൽ കണ്ണിൻ്റെ ചോട്ടിൽ വേഗം ഉണങ്ങുള്ളൂ എന്നുള്ളൊരിതുണ്ടാവും. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിതിട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. മുഖത്തൊക്കെ ഉണങ്ങി. ഇപ്പോൾ ഇവിടെയൊക്കെ തിരിച്ച് ഉണങ്ങുള്ളൂ. എന്നാലും ഇവിടെ നല്ലപോലെ ഡ്രൈ ആയി, ഇവിടെയും ഡ്രൈ ആയിട്ട് കൊണ്ട് കയ്യിലൊന്നും ആവില്ല. ഇത്രയും ഉണങ്ങിയിട്ട് ഞാനിത് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഫേസ് കഴുകിയിട്ട് വന്നു. സ്കിൻ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നല്ല ഒരു തിളക്കം കിട്ടിയിട്ടുണ്ട്. നല്ല ഒന്ന് സ്കിന്നൊന്ന് 2 ഷെയ്ഡൊക്കെ ഒരു ബ്രൈറ്റ് ആയിട്ടുണ്ട് സ്കിന്ന്. ഇത്രയൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ ഒരു എന്താ പറയുക ഒരു സ്ക്രബും ഒരു പാക്കും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കണത്. നിങ്ങൾ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. എനിക്ക് ഒരുപാട് സന്തോഷമായി. നല്ല അടിപൊളിയായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കിവിടെ നോക്കുമ്പോൾ എൻ്റെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതത്ര സന്തോഷം.
അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയത് നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കല്ലേ. എനിക്ക് ഇത്രയും കിട്ടിയതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ബൈ.